നാളെ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ഒരു മത്സരമാണ് ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ. അതിനു മുമ്പായിട്ട് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം നടക്കുന്നുണ്ട്. ആ കളിയിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കുവാണെങ്കിൽ ഇന്ത്യക്കുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ കൂടുതൽ ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത് നാളെ വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെടണമെന്നാണ്. നല്ല രീതിയിൽ കളിച്ചു വന്ന ഒരു ടീം വെസ്റ്റ് ഇൻഡീസ്, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് വന്ന ഒരു ടീം, നോക്കുവാണെങ്കിൽ ഇല്ലായ്മയെന്ന് വന്നൊരു ടീമാണ്. അവർ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിന് കിട്ടുന്ന അത്ര എമൗണ്ട് ഒന്നും അവർക്ക് കിട്ടാറില്ല. അവർ നോക്കുവാണെങ്കിൽ പല പല ലീഗുകളിൽ പോയി കഷ്ടപ്പെട്ട് കളിച്ച് കാശുണ്ടാക്കുന്നു. ഇന്ത്യൻ പ്ലേയേഴ്സിന് നോക്കുവാണെങ്കിൽ IPL പിന്നെ BCCI കൊടുക്കുന്ന എമൗണ്ട് നോക്കുവാണെങ്കിൽ സമ്പന്നന്മാരാണ് ഇന്ത്യൻ ടീം. പക്ഷേ നമ്മൾ നാളെ ആഗ്രഹിക്കുന്നത് വെസ്റ്റ് ഇൻഡീസ് പരാജയപ്പെടണേ എന്നാണ്. നല്ല രീതിയിൽ കളിച്ചു വന്ന ഒരു ടീം, നല്ല രീതിയിൽ കളിച്ചു വരുന്ന ഒരു ടീമിനെ പരാജയപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ ജയിക്കാൻ വേണ്ടി. ഇന്ത്യയുടെ മുമ്പിൽ എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയുടെ മുമ്പിൽ അവസരങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഓരോ കുറവുകളും വെളിപ്പെട്ട് വന്നൊരു സാഹചര്യമായിരുന്നു ഗ്രൂപ്പ് മത്സരത്തിൽ. തിലക് വർമ്മയുടെ ഫോം, അഭിഷേക് ശർമ്മയുടെ ഫോം, ഓഫ് ബ്രേക്ക് ബോർഡർ വന്ന് വിക്കറ്റ് എടുക്കുന്നത്, പവർ പ്ലേ കഴിഞ്ഞിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ സ്പിന്നർക്കെതിരെ റൺ റേറ്റ് 9 നിന്ന് 6.75 ആയിട്ട് കുറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നു. പക്ഷേ നമ്മൾ നമ്മുടെ ഈഗോയിൽ മാത്രം തൂങ്ങിക്കിടന്നു. ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ മാനേജ്മെൻറ്റും ഈഗോയിൽ തൂങ്ങിക്കിടന്നു. ബയലാറ്ററൽ സീരീസിൽ എന്താണോ കാഴ്ചവെച്ചത് അത് ICC ഒരുക്കുന്ന പിച്ചുകളിൽ കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പറഞ്ഞൊരു ഓവർ കോൺഫിഡൻസുമായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ മുമ്പിലോട്ട് ചെന്നു. സൗത്ത് ആഫ്രിക്ക ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്തതാ ഇവർ ഇത്രയുള്ളെന്ന്, ഇന്ത്യ ഇത്രയുള്ളെന്ന് സൗത്ത് ആഫ്രിക്ക ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്തു. എന്നെ മനോഹരമായിട്ട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ വീഴ്ത്തി നോക്കിക്കോണം. ഇന്ത്യ നോക്കുവാണെങ്കിൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് പോകുന്നു. ബയലാറ്ററൽ സീരീസിൽ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചതാണെന്നുള്ളൊരു മട്ടിൽ സൗത്ത് ആഫ്രിക്ക അപ്രോച്ച് ചെയ്യാൻ പോകുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്ക വെൽ പ്ലാനുമായിട്ട് വരുന്നു. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്കെതിരെ പേസ് ബോളർമാരെ കൊണ്ടുവന്നിട്ട് പേസ് ഓഫ് ചെയ്ത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ വിക്കറ്റ് എടുക്കുന്നു. പ്ലാൻ ചെയ്ത് സൂര്യകുമാർ യാദവിനെതിരെ പ്ലാൻ, അഭിഷേക് ശർമ്മയ്ക്കെതിരെ പ്ലാൻ കൊണ്ടുവരുന്നു. ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ ഓരോരുത്തർക്കെതിരെ സ്കെച്ച് ചെയ്ത് അവരെ എടുത്തുകൊണ്ട് പോയി. ഇന്ത്യ നോക്കുവാണെങ്കിൽ പിച്ചിനെ കുറിച്ച് വലുതായിട്ട് സ്റ്റഡി ചെയ്യാതെ പോയി മത്സരം കാഴ്ചവെക്കുന്നു. ദയനീയമായി പരാജയപ്പെടുന്നു. ഇന്ത്യയുടെ റൺ റേറ്റ് നോക്കുവാണെങ്കിൽ -3.80. സോ ഇവിടുന്ന് നാളെ ഇന്ത്യക്ക് സെമിയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുമ്പ് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യങ്ങൾ എളുപ്പമാവും. ഇന്ത്യക്ക് നോക്കുവാണെങ്കിൽ പിന്നെ നെറ്റ് റൺ റേറ്റ് ഉയർത്തിയാൽ മതി. രാത്രിയിൽ സിംബാബ്വെക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് അറിയാം എങ്ങനെ കളിക്കണം, എവിടെ വെച്ച് കളിക്കണം, എത്ര സ്കോറിൽ പിടിക്കണമെന്ന് അറിയാൻ കഴിയും. സോ ഒരു ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു പോകണമെങ്കിൽ സിംബാബ്വെ ഒരു 150 റൺസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ 11 ഓവറിനകത്ത് ആ സ്കോർ ചേസ് ചെയ്യണം. അഥവാ സിംബാബ്വെ അത് 180 റൺസ് എടുക്കുകയാണെങ്കിൽ 70 ബോളിൽ ആ സ്കോർ ചേസ് ചെയ്യണം. അതിന് ഒരു 200 കടന്നു കഴിയുവാണെങ്കിൽ 78 ബോളിൽ ആ ഒരു സ്കോർ ഇന്ത്യൻ ടീമിന് ചേസ് ചെയ്താൽ മാത്രമേ റൺ റേറ്റ് ഉയരാൻ പറ്റത്തുള്ളൂ, അത് പ്ലസിലോട്ട് മാറത്തുള്ളൂ. സോ അതാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വെല്ലുവിളി. നാളെ ജയിച്ചാൽ മാത്രം പോരാ, റൺ റേറ്റും കൂടെ ഇന്ത്യൻ ടീമിന് ഉയർത്തേണ്ട ഒരു സാഹചര്യം ഇന്ത്യൻ ടീം തന്നെ വരുത്തി വെച്ചു. സോ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ നാളെ ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ നെറ്റ് റൺ റേറ്റ് കൂട്ടണമെങ്കിൽ ഇന്ത്യൻ ടീം ചേസിൽ വിത്തൗട്ട് ചേസ് മാസ്റ്റർ കംഫർട്ടബിൾ ആണോ? റെക്കോർഡ് പറയുന്നത് ഒരിക്കലും അല്ല എന്നാണ് പറയുന്നത്. സൂര്യകുമാർ യാദവിൻ്റെ എക്സ്പ്രഷൻ ഈ സീരീസ് ഉടനീളം നോക്കിക്കേ. എതിർ ടീം നമുക്ക് ബാറ്റിംഗ് തന്നു, അല്ലെങ്കിൽ നമ്മൾ ടോസ് കിട്ടിയപ്പോൾ നമ്മൾ ബാറ്റ് ചെയ്തു. ബയലാറ്ററൽ സീരീസിനകത്ത് നമ്മൾ സെക്കൻഡ് ബാറ്റ് ചെയ്യും. ICC ഇവന്റിനകത്ത് ഇന്ത്യക്ക് സെക്കൻഡ് ബാറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. 160 റൺസിന് മേളിൽ വിരാട് കോഹ്ലി ഇല്ലാതെ ഇന്ന് വരെ ഇന്ത്യ ചേസ് ചെയ്തിട്ടില്ല. 3 പ്രാവശ്യം T20 വേൾഡ് കപ്പിനകത്ത് വിരാട് കോഹ്ലി 160+ സ്കോർ ചേസ് ചെയ്തു. അവസാനം വരെ നിന്നു, ടീമിനെ വിജയിപ്പിച്ചിട്ട് പോയി. ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ കയ്യിൽ ഒരു ചേസ് മാസ്റ്റർ ഇല്ല. സോ ഇന്ത്യക്ക് ഒരു ചേസിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? ഈവൻ സിംബാബ്വെയെക്കുറിച്ചുള്ള ഒരു ടീമിനെതിരെ ഒരു കോൺഫിഡൻറ്റോടെ ചേസിന് വേണ്ടി ഇറങ്ങാൻ ഇന്ത്യൻ ടീമിന് കഴിയുമെന്നുള്ളതാണ് കണ്ടറിയുന്നത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പിച്ചിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ചെപ്പോക്കിലെ പിച്ച് നമുക്കറിയാം. ചെപ്പോക്കിലെ പിച്ച് എന്ന് പറയുമ്പോഴത്തേന് ഫെമിലിയർ ആയിട്ടുള്ളൊരു പിച്ചാണ്, ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചാണ് ചെപ്പോക്കിലെ പിച്ച്. ഭയങ്കര ഡ്രൈ ആണ്, പിച്ച് വളരെ സ്ലോ ആണ്. ലാസ്റ്റ് ഒരു 10 ഓവറായിരിക്കും മാച്ചിനെ നിർണ്ണയിക്കുന്നത്. സ്പിന്നർമാരുടെ റോള്, ഏകദേശം സ്പിന്നർമാർ ചെയ്യുന്ന ഓവർ വളരെ നിർണായകമായിരിക്കും. മാച്ചിനെ പിടിച്ചു വെക്കാൻ സ്പിന്നർമാർക്ക് കഴിയും. സോ സ്പിന്നർമാരുടെ റോൾ ഇവിടെ വളരെ നിർണായകമാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിലോട്ട് വരുമ്പോഴത്തേനെ നടന്ന മത്സരങ്ങൾ നോക്കുവാണെങ്കിൽ ഹൈ സ്കോറിങ് മാച്ചാണ്. സർഫസ് അല്പം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു പഴയ ടിപ്പിക്കലായിട്ടുള്ളൊരു സ്പിൻ ഫ്രണ്ട്ലി പിച്ച് അല്ല ഇപ്പോഴത്തെ. നോക്കുവാണെങ്കിൽ ഈ 2020 വേൾഡ് കപ്പിൽ നോക്കുവാണെങ്കിൽ ഹൈ സ്കോറിങ് മാച്ചാണ് നടന്നിട്ടുള്ളത്. 2 മാച്ചിൻ്റെ ഒരു ഉദാഹരണമുണ്ട് ഈ മത്സരത്തിൽ. ഒന്ന് അഫ്ഗാൻ വേഴ്സസ് ന്യൂസിലാൻഡ്. ആ മത്സരം നടന്നത് ഡേയിലാണ് കേട്ടോ.
ഡെയിൽ നോക്കുവാണെങ്കിൽ അത്രമാത്രം സ്പിന്നിനെ തുണയ്ക്കത്തില്ല പിച്ചുകൾ. നല്ലൊരു സ്പിൻ സൈഡാണ് അഫ്ഗാനിസ്ഥാൻ്റെ. അവിടെ 180+ സ്കോറ് ചേസ് ചെയ്യാൻ ന്യൂസിലാൻഡിന് കഴിഞ്ഞു. ന്യൂസിലാൻഡ് നോക്കുവാണെങ്കിൽ പൊതുവെ സ്പിന്നിനെതിരെ ബെറ്ററാണ് ഇപ്പോൾ. സോ അവർക്ക് ആ ഒരു സ്കോർ ചേസ് ചെയ്യാൻ കഴിഞ്ഞു. സ്പിൻ നോക്കുവാണെങ്കിൽ വലിയൊരു ത്രെട്ട് ആയില്ല അവിടെ. മറ്റൊരു മത്സരം നടന്നു, USA വേഴ്സസ് നെതർലാൻഡ് മത്സരം നടന്നത് നൈറ്റിലാണ്. എന്നാൽ അവിടെ ഫസ്റ്റ് ബാറ്റ് ചെയ്ത USA 190 റൺസ് എടുത്തെങ്കിൽ സെക്കൻഡ് ബാറ്റ് ചെയ്യാൻ വന്ന നെതർലാൻഡ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏകദേശം ഒരു 100+ റൺസ് എടുക്കാനേ നെതർലാൻഡിന് കഴിഞ്ഞുള്ളൂ. USA സ്പിന്നർമാരുടെ മുമ്പിൽ നൈറ്റിൽ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കണ്ടു നെതർലാൻഡ്. സോ വളരെ ട്രിക്കിയാണ് ഇവിടെ ബാറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, രാത്രിയിൽ ഡ്യൂ വീഴുവാണെങ്കിൽ മേ ബി ഇച്ചിരി നല്ലതായിരിക്കും ബാറ്റ് ചെയ്യാൻ വേണ്ടി. ചെറിയ ഹ്യൂമിഡിറ്റി ഒക്കെ ആണെങ്കിൽ ആ ഒരു ഈർപ്പത്തെ വലിച്ചെടുക്കാൻ ആ പിച്ചിന് കഴിയും. സോ ഇവിടുത്തെ ഒരു റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം 56% വിജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ബാറ്റ് ചെയ്യുന്ന ടീം 44% ഇവിടെ ജയിച്ചിട്ടുള്ളൂ. അതാണ് ഇവിടുത്തെ വിന്നിങ് പെർസെൻറ്റേജ്. സോ റെക്കോർഡ് പറയുന്നത് ഫസ്റ്റ് ബാറ്റ് ചെയ്യുക, നല്ലൊരു സ്കോർ ബോർഡിലോട്ട് വെക്കുക, അതിനെ ഡിഫെൻഡ് ചെയ്യുക. സോ അറിയില്ല, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിലെ കൺസേൺ ഉണ്ട്. വിരാട് കോഹ്ലി എന്നൊരു ചേസ് മാസ്റ്റർ അവിടെ ഇല്ല. വിരാട് കോഹ്ലി ഇല്ലാതെ 160 റൺസ് T20 വേൾഡ് കപ്പിൽ ഇന്നേ വരെ ഇന്ത്യ ചേസ് ചെയ്തിട്ടില്ല. 2024 വിരാട് കോഹ്ലി വിരമിച്ചത്. അതുമാതിരി മറ്റൊരു കാര്യം, വിരാട് കോഹ്ലി ഇല്ലാത്ത ഫസ്റ്റ് വേൾഡ് കപ്പാണ് നോക്കുവാണെങ്കിൽ. സോ അതൊക്കെയാണ് ഇന്ത്യയുടെ മുമ്പിൽ കിടക്കുന്ന വെല്ലുവിളി. ചേസ് ചെയ്യാൻ കഴിയുമോ? പിച്ച് ഞാൻ പറഞ്ഞു, നെതർലാൻഡ് മത്സരത്തിനകത്ത് പിച്ച് ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ട് മാറിയിട്ടുണ്ട്. T20 വേൾഡ് കപ്പ് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിരുന്നു എങ്കിലും ഹൈ സ്കോറിംഗ് മാച്ചുകൾ വന്നു എങ്കിലും 50% വിക്കറ്റ് എടുത്തത് ഇവിടെ സ്പിന്നർമാർ തന്നെയാണ്. സോ സ്പിന്നർമാർ ഇവിടെ ഒരു ഹെവി റോള് തന്നെ വഹിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സിംബാബ്വേയുടെ സ്പിൻ നോക്കുവാണെങ്കിൽ സിക്കന്ദർ റാസ നല്ല രീതിയിൽ അടികൊണ്ടു. വെസ്റ്റ് ഇൻഡീസിനെതിരെ ക്രീമർ എന്ന് പറഞ്ഞ മറ്റൊരു ബോളർ സിംബാബ്വേയുടെ വലിയൊരു എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല വെസ്റ്റ് ഇൻഡീസിനെതിരെ. ഈ ഒരു സ്പിന്നർമാർ വലിയൊരു ചലഞ്ച് അല്ല ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് ഒരു കൺസേൺ ആണ്. അത് എങ്ങനെയാണ് ഇന്ത്യൻ ടീം അത് തിരുത്താൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം. ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ 160-170 ആണ് ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ. പിന്നെ ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ ഹെഡ് ടു ഹെഡ് പരിശോധിക്കുകയാണെങ്കിൽ 13 കളിയിൽ 10 കളി ഇന്ത്യ വിജയിക്കുകയും 3 കളിയിൽ സിംബാബ്വെ വിജയിച്ചിട്ടുമുണ്ട്. സോ ഇന്ത്യക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് കൂടുതൽ. പിന്നെ ഇന്ത്യൻ ടീം 2018 ഇവിടെ അവസാനമായിട്ട് ഒരു മത്സരം കളിക്കുന്നത്. IPL മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഇന്ത്യൻ ടീം അവസാനമായിട്ട് കളിക്കുന്നത് 2018 അതായത് ഈ ഒരു ടീം ഇപ്പോഴത്തെ അഭിഷേക് ശർമ്മയുടെ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവിടെ ഒരു T20 മത്സരം കളിച്ചിട്ടില്ല റീസെൻ്റ്ലി. സോ അതിൻ്റേതായ ചെറിയൊരു കുറവ് ഞാൻ കാണുന്നുണ്ട്. ഇവരൊരു ടീമായിട്ടല്ല കളിച്ച് IPL വന്ന് കളിച്ചിട്ടുണ്ടായിരിക്കാം പലരും പല ടീമിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിട്ട് ഈ പിച്ചിൽ കളിച്ചിട്ടില്ല T20 മത്സരം എന്നുള്ളത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഈ സിംബാബ്വെ ടീമുമായിട്ട് അധികം കളിച്ചിട്ടില്ല. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസനെ കൂട്ടുള്ളവരൊക്കെ കളിച്ചിട്ടുണ്ട് മത്സരങ്ങൾ. പക്ഷേ ബാക്കിയുള്ള ടീമൊക്കെ നോക്കുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ, ശിവൻ ഡുബെ, സൂര്യകുമാർ യാദവിനെ കൂടെയുള്ള സീനിയർ പ്ലേയേഴ്സ് ഒന്നും ഈ ടീമുമായിട്ട് അധികം കളിച്ചിട്ടില്ല. ഇന്ത്യൻ ടീം അധികം മത്സരങ്ങളൊന്നും സിംബാബ്വെയായിട്ട് കളിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും രീതിയിലൊരു ത്രെട്ട് കൊടുക്കുമോ, ബോളർമാരായ ബ്ലെസ്സിംഗ് മുസർവാണിയോ അല്ലെങ്കിൽ സിക്കന്ദർ റാസയോ ക്രീമറോ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. ബാക്കി നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് തന്നെയാണ് എഡ്ജ് കൂടുതൽ. ഇത് നേരാണ് ഇന്ത്യൻ ടീമിലോട്ട് പോകും. ഇന്ത്യൻ ടീമിലാണല്ലോ പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഇന്ത്യൻ ടീം എങ്ങനെയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എന്തായാലും ടീമിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും തന്നെയാണ് ബാറ്റിംഗ് കോച്ച് പറഞ്ഞു വെച്ചത് എന്തായാലും. സോ ചില മാറ്റങ്ങൾ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ എന്തായാലും നാളെ ടീമിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ സഞ്ജു സാംസൻ്റെ റോൾ എന്താണ്? സഞ്ജു സാംസൺ ആസ് എ ഓപ്പണർ, സഞ്ജു ആസ് എ നമ്പർ 3, നമ്പർ 4, അതോ ഇനി ഫിനിഷറാണോ എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു കൺസേൺ ഉണ്ട്. എന്നെ സംബന്ധിച്ചുള്ള സഞ്ജു സാംസൻ്റെ റോള് ആസ് എ ഓപ്പണറാണ്. മേ ബി നമ്പർ 3 കളിപ്പിക്കാം. സോ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ വെറുതെ ആയി പോകും ടീമിൽ മാറ്റം ഉണ്ടാക്കുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല സഞ്ജു സാംസന് വേറെ ഏതെങ്കിലും റോള് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. സഞ്ജു സാംസൺ ഓപ്പണിങ് കളിക്കുവാണെങ്കിൽ ആ ഒരു ഓഫ് ബ്രേക്ക് ബോളറിൻ്റെ ചലഞ്ച് നമുക്ക് അല്പമെങ്കിലും കുറയ്ക്കാൻ കഴിയും. ഓഫ് ബ്രേക്ക് ബോളർമാരുടെ കഴിവുകൊണ്ടല്ല ഇപ്പോൾ ഒരു വിക്കറ്റ് എടുക്കുന്നത്, മെൻ്റലി ഇന്ത്യ ഡൗൺ ആണ്. സോ ഓഫ് ബ്രേക്ക് ബോളർമാർക്ക് വിക്കറ്റ് കൊടുക്കരുത്, അടിച്ച് കളിക്കണമെന്നുള്ള ഒരു മെൻ്റലി ഇന്ത്യൻ ടീം ഡൗൺ ആവുന്നുണ്ട്. അത് എതിർ ടീമിന് ഒരു പോസിറ്റീവ് ഘടകമായിട്ട് മാറുന്നുണ്ട്. സോ സഞ്ജു സാംസൻ്റെ കൂടെ അഭിഷേക് ശർമ്മ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അല്പം കൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ ഇനിയും സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസൺ എത്ര ഫോമില്ലെന്ന് പറഞ്ഞാലും നാളെ ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാലേ കഴിയത്തുള്ളൂ. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഫോമില്ലാതെ, റൺസ് ഇല്ലാതെ ഈ ടീമിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കാൻ കഴിയില്ലെന്നുള്ളത് ചരിത്രമാണ്. ന്യൂസിലാൻഡ് സീരീസ് സഞ്ജു സാംസൺ മറന്നു വെക്കുക, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക, നല്ലൊരു ഇമ്പാക്റ്റ് ഇന്നിങ്സ് സഞ്ജുവിൻ്റെ ഭാഗത്ത് നാളെ കാഴ്ചവെക്കാൻ കഴിയട്ടെ.
അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയിലോട്ട് പോകുമെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കെതിരെ നോക്കുകയാണെങ്കിൽ വെൽ പ്ലാനുമായിട്ടാണ് ഇതർ ടീമുകൾ വരുന്നത്. നാളെ നോക്കുകയാണെങ്കിൽ സിംബാബ്വേയും സെയിം പ്ലാനുമായിട്ട് വരും. ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ സ്ലോ ബോൾ ഇട്ട് കൊടുക്കാൻ നോക്കും, നെക്കൽ ബോൾ എറിയാൻ ശ്രമിക്കും. അതുപോലെ തന്നെ സിക്കന്ദർ റാസ വെസ്റ്റ് ഇൻഡീസിനെതിരെ നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബോളിംഗ് പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചില്ല, നല്ല രീതിയിൽ അടിയുണ്ട്. 3 ഓവറിൽ ഏകദേശം 59 റൺസാണ്ട് സിക്കന്ദർ റാസ വഴങ്ങി. സോ സിക്കന്ദർ റാസ വലിയൊരു ത്രെട്ടൊന്നുമല്ല, പക്ഷേ അഭിഷേക് ശർമ്മ എത്രമാത്രം മെൻ്റലി സ്ട്രെങ്ത് ഉണ്ട് സിക്കന്ദർ റാസയെ പോയിട്ടുള്ള ഒരു ഓഫ് ബ്രേക്ക് ബോളറെ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ചോദ്യം. സോ അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഫോമിലേക്ക് തിരിച്ചു വരണം, ഒരു നല്ലൊരു ഇന്നിങ്സ് അഭിഷേക് ശർമ്മയ്ക്കും കാഴ്ച വെക്കണം. അഭിഷേക് ശർമ്മയ്ക്കെതിരെ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി അഭിഷേക് ശർമ്മ നാളെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇഷാൻ കിഷൻ നല്ലൊരു ഫോമിലാണ് കടന്നു പോകുന്നത്. പക്ഷേ കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ വെൽ പ്ലാനുമായിട്ടാണ് വന്നത്. മാക്രം വന്നിട്ട് ലെഗ് സൈഡിൽ ബോൾ കൊടുത്തതില്ല. ലെഗ് സൈഡാണ് അഭിഷേക് ശർമ്മയുടെ ബെറ്റർ സോൺ. സോ മാക്രം വന്നിട്ട് ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിലാണ് ബോൾ എറിഞ്ഞത്. അല്പം ടോസ് ചെയ്ത് ബോൾ സ്ലോ ആയിട്ട് എറിഞ്ഞു, പക്ഷേ അവിടെ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു ഇഷാൻ കിഷൻ. സോ ഇത് സെയിം പ്ലാനുമായിട്ടായിരിക്കും മേ ബി സിംബാബ്വേയും വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ടീമുകൾ ഇഷാൻ കിഷനെതിരെ വരുന്നത്. എല്ലാ ബോളും ബോഡിയിൽ കിട്ടും, ലെഗ് സൈഡ് വെച്ച് അറിയാമെന്നുള്ള ആ ഒരു മനോഭാവം മാറ്റി വെക്കുക. ടീമുകൾ വെൽ പ്ലാനുമായിട്ട് വരും ഇഷാൻ കിഷനെതിരെ. ഇഷാൻ കിഷൻ നല്ല ഫോമിൽ നിൽക്കുകയാണ്. ബോൾ മേ ബി ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയും? ഓഫ് സൈഡിൽ റിസ്ക് ഇല്ലാതെ എക്സ്ട്രാ കവറിൻ്റെ മേളിലൂടെ കളിക്കാൻ കഴിയുമോ? ലോങ് ഓണിൻ്റെ മേളിൽ കൂടെ അടിച്ച് കളയാൻ കഴിയുമെന്നുള്ളത് ഇഷാൻ കിഷൻ ഉറപ്പ് വരുത്തുക. അടിക്കുന്ന ഷോട്ട് കറക്റ്റായിട്ട് ബാറ്റിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ കളിയിൽ മിഡ് വിക്കറ്റിന് കയ്യിൽ ക്യാച്ച് കൊണ്ട് കൊടുത്തതുപോലെ ഇഷാൻ കിഷനെ വിക്കറ്റ് എടുക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ ഇഷാൻ കിഷൻ വളരെ ശ്രദ്ധിച്ച് കളിക്കണം. ലെഗ് സൈഡിലായിരിക്കും അവർ കൂടുതൽ ബോൾ വെക്കുന്നത്, ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിലായിരിക്കും, വൈഡായിട്ടായിരിക്കും ഇഷാൻ കിഷനെതിരെ നാളെ ഒരു ബോൾ വെക്കുന്നത്. പിന്നെ തിലക് വർമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തിലക് വർമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് സുന്ദറിനെ ടീമിനൊപ്പം ഇടുന്നതായിരിക്കും അല്പം കൂടെ നല്ലത്. സുന്ദർ എന്ത് പെർഫോമൻസ് ചെയ്തോന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. ഇൻ കേസ് ഒരു സ്പിൻ ബോളർ ഓഫായി പോയി കഴിയുവാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സുന്ദറിനെ നമ്പർ 8 ഇടുന്നതായിരിക്കും അല്പം കൂടെ നല്ലതെന്നാണ് തോന്നുന്നത്. മേ ബി റിങ്കു സിംഗ് നാളെ കളിക്കാനുള്ള ചാൻസ് വളരെ കുറവായതുകൊണ്ട് സുന്ദറിനെ ടീമിലോട്ട് ഇടുക. കാരണം ഇന്ത്യൻ ടീമിന് 8 വരെ ബാറ്റിംഗ് വേണം. അല്ല എങ്കിൽ എന്നെ പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ സുന്ദർ 7 വരെ ബാറ്റിങ്ങും 8ാം നമ്പറിലോട്ട് ഒരു കുൽദീപ് യാദവ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ സ്പിന്നറുമാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലത്. പക്ഷേ ഈ ടീം അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്പർ 8 വരെ ബാറ്റിംഗ് വേണം. സോ സുന്ദറിനെ ആയിരിക്കും തിലകിന് പകരം ഇടാനുള്ള ചാൻസ് കൂടുതൽ. റിങ്കുവിന് പകരം അക്ഷർ പട്ടേൽ ഈ ടീമിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ സൂര്യകുമാർ യാദവ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഹാരി ബ്രോക്കിനെ കണ്ടുപഠിക്കാൻ ഞാൻ പറയും സൂര്യകുമാർ യാദവിനോട്. ഇന്നലെ കളിച്ച ഒരു പെർഫോമൻസ് 30 റൺസ് 3 വിക്കറ്റ് പോയെടുത്തുന്ന ഹാരി ബ്രോക്ക് ആ റൺസ് ചേസ് ചെയ്തത്. സൂര്യകുമാർ യാദവ് എന്ന് പറയുമ്പോഴത്തേനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരത്തിൽ ഇന്ത്യ വിജയിപ്പിച്ചിട്ടില്ല കേട്ടോ. 2023 വേൾഡ് കപ്പിൽ സൂര്യകുമാർ യാദവ് പെർഫോമൻസ് ചെയ്തില്ല. 2024 T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ സൂര്യകുമാർ യാദവ് പെർഫോമൻസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കളി സൂര്യകുമാർ യാദവിന് ഹീറോ ആവാനുള്ള അവസരം ഉണ്ടായിരുന്നു, അവിടെയും സൂര്യകുമാർ യാദവിന് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ നാളെ ഞാൻ നോക്കിക്കാണുന്നത് സൂര്യകുമാർ യാദവിൻ്റെ നല്ലൊരു പെർഫോമൻസ് ആണ്. USA അല്ല കളിക്കേണ്ടത്, ICCയുടെ ഫുൾ മെമ്പർ നേഷനോടെ കളിച്ച് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക. സിംബാബ്വേക്കെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക. വെസ്റ്റ് ഇൻഡീസിനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പാണ് സൂര്യകുമാർ യാദവിനെതിരെ അവർ ബോൾ ചെയ്യുന്നത്. പേസ് ഓഫ് ചെയ്താണ് ബോൾ ചെയ്യുന്നത്. 2023 എന്താണോ ഓസ്ട്രേലിയ വർക്കൗട്ട് ചെയ്ത പ്ലാൻ, ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ സ്ലോ ബോൾ പേസ് ബോളർമാർ വന്ന് സ്ലോ ബോൾ എറിയുകയാണ്. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഇടുന്നു, പിക്കപ്പ് ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നു, കണക്ട് ആവത്തില്ല, മിഡ് വിക്കറ്റിൽ ക്യാച്ചാണ്. അല്ലെങ്കിൽ 30 സർക്കിളിൻ്റെ അകത്ത് ക്യാച്ച് കൊടുത്തിട്ട് സൂര്യകുമാർ യാദവ് കയറി പോകുന്നു. സോ സൂര്യകുമാർ യാദവ് ലെഗ് സൈഡ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഓഫ് സൈഡിൽ കളിക്കാൻ ശ്രമിക്കുക. എക്സ്ട്രാ കവറിൻ്റെ മേളിലൂടെ ഒക്കെ 6 അടിക്കുന്ന ഒരു സൂര്യകുമാർ യാദവിനെ എനിക്കറിയാം. ലോങ് ഓണിൻ്റെ മേളിലൂടെ ഒരു 6 അടിക്കുന്ന സൂര്യകുമാർ യാദവ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മാത്രമേ കളിക്കത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അറിയില്ല. സൂര്യകുമാർ യാദവിൻ്റെ ഷോട്ട് സെലക്ഷൻ അല്പം കൂടെ ബെറ്റർ ആക്കുക. ലെഗ് സൈഡിലെ പിക്കപ്പ് ഷോട്ട് മാത്രമല്ല ഷോട്ട്, അല്പം കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഷോട്ടുകൾ കണക്ട് ചെയ്യുക. പിന്നെ ഹാർദിക് പാണ്ഡ്യ നോക്കുവാണെങ്കിൽ ഇതിനിടയ്ക്കകത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ നമീബിയക്കെതിരെ. ബാക്കിയുള്ള മത്സരത്തിൽ നോക്കുവാണെങ്കിൽ അത്രമാത്രം ഒരു വലിയൊരു ഫോമിലല്ല ഹാർദിക് പാണ്ഡ്യ ബാറ്റിങ്ങിലൂടെ കടന്നു പോകുന്നു. സോ ഹാർദിക് പാണ്ഡ്യയും ഫോമിലേക്ക് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. ഹാർദിക് പാണ്ഡ്യക്കെതിരെയും വെൽ പ്ലാനുമായിട്ടല്ലേ വരുന്നത്. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ലെഫ്റ്റ് ഹാൻഡർമാരെ കൊണ്ടുവന്നിട്ട് ബോൾ ചെയ്യുക. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഇട്ട് കൊടുക്കുന്നു, കണക്ട് ആവുന്നില്ല, 6 പോകുന്നില്ല ഹാർദിക് പാണ്ഡ്യയ്ക്ക്. ലോങ് ഓഫിനെ അല്പം വൈഡായിട്ട് ഇട്ടിട്ട് ടീമുകൾ ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് എടുക്കുക. സായിം അയ്യൂബ് വന്നിട്ട് അങ്ങനെ വിക്കറ്റ് എടുത്തു, കേശവ് മഹാരാജ് വന്നിട്ട് വിക്കറ്റ് എടുത്തു, USA വന്നിട്ട് അങ്ങനെ വിക്കറ്റ് എടുത്തു. സോ കണ്ടറിയണം നാളെ എന്ത് പ്ലാനാണ് ഹാർദിക് പാണ്ഡ്യക്കെതിരെ എറിയാൻ പോകുന്നത്. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ബോൾ വൈഡായിട്ട് വെച്ചിട്ട് ഹാർദിക് പാണ്ഡ്യ എടുക്കാൻ പോകാമെന്നുള്ളത് കണ്ടറിയണം. പിന്നെ ബോളിങ്ങിലൂടെ നോക്കുവാണെങ്കിൽ ബുംറ നോക്കുവാണെങ്കിൽ അസാധാരണമായ ഫോമിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 140 മേളിലാണ് സ്പീഡ്. ബുംറയുടെ ഈ ഒരു ഫോമിനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും.
നല്ലൊരു ഫോമിലാണ് ബുംറ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗ് നോക്കുകയാണെങ്കിൽ പവർ പ്ലേക്ക് അത് വിക്കറ്റ് എടുക്കുന്നുണ്ട്. വരുൺ ചക്രവർത്തി കഴിഞ്ഞ കളിയിൽ കുറച്ച് എക്സ്പെൻസീവായി പോയെങ്കിലും ഇനിയുള്ള മത്സരത്തിൽ വരുൺ ചക്രവർത്തി തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു ഫൈറ്ററാണ്, വരുൺ ചക്രവർത്തി തിരിച്ചു വരാൻ കഴിയും. കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തിയുടെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷോർട്ട് പിച്ച് ലെങ്ത് ആയിരുന്നു. പിന്നെ ലെഫ്റ്റ് ഹാൻഡർക്കെതിരെ നോക്കുകയാണെങ്കിൽ എറൗണ്ട് ദ വിക്കറ്റ് പോയിട്ട് ബോൾ ചെയ്തു. കറക്റ്റായിട്ടുള്ള രീതിയിൽ വരുൺ ചക്രവർത്തിയുടെ ഗൂഗിളിൽ വീണില്ല. ബോൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഷോർട്ട് പിച്ച് ബോളായിരുന്നു. അടി കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ ലൈൻ ലെങ്ത് ഒക്കെ പോയതാണ്. അടുത്ത കളിയിൽ വരുൺ ചക്രവർത്തിക്കും തിരിച്ചു വരാൻ കഴിയട്ടെ. അക്ഷർ പട്ടേലിൻ്റെ ടീമിലോട്ട് വരുമ്പോഴത്തേന് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും എക്സ്ട്രാ ഒരു സ്ട്രെങ്ത് കിട്ടും. എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ഒരു അപ് ദ മാർക്ക് എത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞില്ല. ഇനിയെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി അവസരം കിട്ടുവാണെങ്കിൽ സെമിയിലോട്ടും ഫൈനലോട്ടൊക്കെ കയറാൻ ഇന്ത്യൻ ടീമിന് കഴിയട്ടെ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ആശംസിക്കും.